പാതിവില തട്ടിപ്പിന് ഇരയായവർ അന്വേഷണ സംഘത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. പോലീസ് വഞ്ചിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് ഇരകളുടെ തീരുമാനം. പാതിവിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ് ഉപഭോക്താക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയത്. പരാതി നൽകി 4 മാസമായിട്ടും പോലീസ് നടപടി എവിടെയും എത്തിയിട്ടില്ലെന്നും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ പരിഹസിക്കുകയാണെന്നും തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ടവർ പറഞ്ഞു. അക്ഷയ സെന്റർ വഴി പരാതി നൽകിയതിന് അക്ഷയ ജീവനക്കാരെ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണെന്നും പരാതിക്കാർ ആരോപിച്ചു. 158ഓളം ആൾക്കാരുടെ കേസ് വന്നിട്ടുണ്ട്. ബാക്കി അതായത് റനീഷ എന്ന് പറഞ്ഞ ആളുടെ പേരിന് താഴെ നമ്മൾ സാക്ഷി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും പരാതികൾ മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ കൊടുക്കുമ്പോൾ 150ഓളം ആൾക്കാരുടെ പരാതിയാണ് പോലീസ് സ്റ്റേഷൻ പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 158 ആൾക്ക് മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ പരാതി എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ആ സ്ഥാനത്ത് മോഹനാണ് വരുമ്പോൾ തന്നെ മോഹന് കസേര ഇട്ട് കൊടുത്ത് SIന്റെ റൂമിനുള്ളിൽ കസേര ഇട്ട് കൊടുത്ത് അയാൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞാൽ അയാൾ നിരപരാധിയാണ്, അയാൾ ജോലി ചെയ്യുന്നതാണ്. അതിലൊരർത്ഥമുണ്ടാ. ഇവരെല്ലാം കൂടിയാണ് നമ്മൾ ഈ വലിയ കുടുക്കിൽ കൊണ്ടുപോയിട്ടിട്ട്. എന്നാൽ അവർക്കൊരു ഉത്തരവാദിത്തമില്ല. സാധാരണ എന്ന് പറഞ്ഞാൽ പോലീസുകാർ പാവങ്ങളെ കൂടിയാണ് നിൽക്കേണ്ടത്. ഇത് ഇവരെ കൂടിയാണ് സാറുമാരെല്ലാം നിൽക്കുന്നത്. അതിനൊരു ഉത്തരവാദിത്വം, ഒരു കാര്യം നിയമം വേണം എന്നുള്ള തീരുമാനം തന്നെയാണ്. ശരിക്കും നമ്മളെ അവർ ശരിക്കും പോലീസുകാരായാലും ഇവരായാലും എല്ലാം നമ്മളെ പറ്റിക്കുകയെന്ന്. നമ്മളിപ്പം അവിടെ കൊടുത്തിട്ടുള്ളത് 150 ആൾക്കാരെ സാക്ഷി എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആരെല്ലാം മിസ്സായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നു നമുക്ക് ഇവിടുന്ന് ഒന്നും അറിയില്ല, നിങ്ങൾ ക്രൈം ബ്രാഞ്ചിൽ പോയിട്ട് അവിടെ കൊടുക്കുന്നത്. അവിടെ പോയപ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാർ കൊടുത്തത് അതിൽ ആരെല്ലാം ഉണ്ട്, നമ്മളത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഉറപ്പില്ല നമുക്ക്. അപ്പം നമുക്കത് നിയമ രീതിയിൽ പോകാന്നുള്ളതിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളത്. അപ്പം നമുക്ക് കുറച്ച് ആൾക്കാർക്ക് തന്നിട്ടുണ്ട്. ടൗൺ പോലീസ് സ്റ്റേഷനാണ് എൻ്റെ പരിധി വരാം. അപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ വരുന്നവരെ അവരെ ഉപദേശിക്കുക, പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടൂല എന്ന് പറയാം, 2 മണിക്കൂറോളം ഇരുത്തിയിട്ട് അവരെ പരിഹസിക്കുക, അങ്ങനെയുള്ള സംഗതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അഭിഭാഷകൻ R. മഹേഷ് കുമാർ വർമ്മ മുഖേനയാണ് ഇരയാക്കപ്പെട്ടവർ കോടതിയെ സമീപിക്കുന്നത്. പോലീസ് അന്വേഷണം പ്രഹസനമാണെന്നും 70ഓളം പേർക്ക് വേണ്ടി താൻ ഉടൻ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ പോവുകയാണെന്നും അഭിഭാഷകൻ R. മഹേഷ് വർമ്മ പറഞ്ഞു. റെസീറ്റ് തരാതെ ക്രൈംബ്രാഞ്ചിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ കോടതിയെ സമീപിക്കാതിരിക്കാനുള്ള ഒരു മാർഗമാണ്. അതിനുശേഷം ഇതിൽ ഒരു 2-3 പേര് അവിടെ പോയിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി 2-3 പേർക്ക് കൊടുത്തു. ആ 2-3 പേർക്ക് പരാതിയുടെ റെസീറ്റ് കൊടുത്തപ്പോൾ പോലീസിന് അതിലെ ഒരു തെറ്റ് മനസ്സിലാക്കി അവർ പിന്നീട് പോയവർക്കൊന്നും അത് കൊടുക്കാതെ നിന്നപ്പോൾ ആ പോയ അക്ഷയ കേന്ദ്രം മുഖാന്തരം പരാതികൾ അയച്ചിരുന്നു. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ അക്ഷയ കേന്ദ്രത്തിൽ പോലീസ് പറഞ്ഞു ഇനി ഇതൊന്നും ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു ഡയറക്ഷൻ അവർക്ക് കൊടുത്തിരുന്നു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ പറയുന്ന പരാതിക്കാർ മുഴുവൻ തന്നെ ഇത്തരത്തിൽ പണം നിക്ഷേപിക്കാനും അതൊക്കെ ചെയ്യാനുള്ള മെയിൻ കാരണം ജനപ്രതിനിധികളും അതുപോലെ മറ്റു രീതിയിലുള്ള സീഡിൻ്റെയും കോർഡിനേറ്റേഴ്സും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.